ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുതിരയുടെ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വാൻഡറിങ് മോം. അപ്പോൾ സ്കോട്ട്ലൻഡിലെ വളരെ ഫേമസ് ആയ കെൽപി സ്റ്റാച്യൂവിന് ഫ്രണ്ടിലാണ് ഞാൻ. ഈ ഒരു കെൽപീസ് ഉള്ളത് സ്കോട്ട്ലൻഡിലെ ഫോൾക്വിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 hour ജേണി ഉണ്ടെങ്കിലും ഇത് ഗ്ലാസ്ഗോയിൽ നിന്നൊക്കെ ഒരു 45 minutes ജേണി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി, കാർ പാർക്കിൽ കാറൊക്കെ പാർക്ക് ചെയ്തു. ആക്ച്വലി അവിടെ 2 പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ കെൽപീസിൻ്റെ തൊട്ടടുത്തും, പിന്നെ ഒന്ന് കുറച്ചൊരു 10 minute നടക്കാനുള്ള ദൂരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തൊട്ടടുത്തുള്ള പാർക്കിംഗ് അത് പെയ്ഡ് പാർക്കിംഗ് ആണ്, മറ്റേത് വന്നിട്ട് ഫ്രീ പാർക്കിങ്ങും ആയിരുന്നു. നമ്മളപ്പോൾ അങ്ങനെ ഫ്രീ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് നടക്കാനൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആക്ച്വലി ഈ മോട്ടോർവേ, അതായത് ഹൈവേയിൽ കൂടെ പോകുമ്പോൾ തന്നെ ഈ ഒരു കെൽപീസിൻ്റെ തല നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഹൈവേയിൽ പോകുന്നവർക്ക് അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ നടന്നു. ആക്ച്വലി ഇച്ചിരി നടക്കാനുണ്ട്, പക്ഷേ ഒരു പാർക്കിനകത്തു കൂടെ നടക്കുന്ന ഒരു ഫീലായിരുന്നു. നല്ല ഭംഗിയുണ്ട്. പിന്നെ സൈഡിലൂടെ ഒരു കനാലുണ്ടായിരുന്നു. ഈ ഒരു കനാലിൻ്റെ പേര് വന്നിട്ട് ദ ഫോർത്ത് ക്ലൈഡ് കനാൽ എന്നായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് കുറച്ച് അത്യാവശ്യം നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് അടുത്തെത്തുമ്പോഴേ നമുക്ക് ആ കുതിരയുടെ ഒരു ഇത് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കുതിരയായിരുന്നു കേട്ടോ, ഭയങ്കര വലിയൊരു പ്രതിമയാണ്. അപ്പോൾ ദൂരെ നിന്നേ നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആക്ച്വലി ശരിക്കും ഇവിടെ വരുന്ന ആൾക്കാർ, ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർ വരുന്നതൊക്കെ ഈ കെൽപീസ് കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു വോക്കിന് എന്നുള്ള രീതിയിൽ വരുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. കാര്യം ഇവിടെ നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാർക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നല്ല ഒരു നടക്കാനുള്ള ഒരു നടപ്പാതയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കുറച്ച് നേരം വന്നിട്ട് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കനാലിൽ നമുക്ക് ഫിഷിങ്ങിനും കൂടെയുള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഫിഷിങ്ങും കൂടെ ചെയ്യാമായിരുന്നു. നമ്മളിതിന് മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് വെയിലൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ചുപോയി. അപ്പോൾ ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ. 300 ടണ്ണോളം ഭാരവും 30 മീറ്ററോളം ഹൈറ്റുമാണ് ഈ ഒരു കെൽപി സ്റ്റാച്യൂവിനുള്ളത്. ഇനി ഈ കെൽപി സ്റ്റാച്യൂവിൻ്റെ പിന്നിലെ ഈ ഒരു ഐതിഹ്യ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നദീതടങ്ങളിലും മറ്റും താമസിക്കുന്ന രൂപം മാറാൻ കഴിവുള്ള വലിയ ജീവികളാണ് ഈ കെൽപീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെൽപീസ് ഈ നദീതടങ്ങളിലും മറ്റും വരുന്ന കുട്ടികളെ ഈ മനോഹരമായ കുതിരയുടെയോ അല്ലെങ്കിൽ മത്സ്യകന്യകയുടെയൊക്കെ രൂപത്തിൽ വന്ന് ആകർഷിച്ച് മയക്കിയെടുത്ത് ഈ വെള്ളത്തിനടിത്തട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കൊന്നു കളയുന്ന ജീവികളാണ് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു കഥ. ഒരു പക്ഷേ കുട്ടികളും മറ്റും വെള്ളത്തിലൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ കഥയാവാനാണ് കൂടുതലും സാധ്യത. എന്തായാലും ഇതാണ് ഈ കെൽപീസിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത്. ഈ ഒരു കെൽപീസ് നൈറ്റ് കാണാനും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഗായ്സ് കെൽപീസിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.